മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോ ഒരു ശല്യക്കാരനാണെന്നുള്ള കാര്യം പ്രതാപനും മുത്തശ്ശിയും ഉണ്ണിയും കരുണയൊക്കെ ഉറപ്പിക്കുന്നു. മാർക്കോ എന്ന് പറയുന്ന ഒറ്റ ഒരാളുടെ പിൻബലത്തിലാണ് മഹാലക്ഷ്മിയും കണ്ണനും ഇത്രയധികം അഹങ്കരിക്കുന്നത്. മഹാലക്ഷ്മി ഒരു ആത്മാവായി വേഷം കെട്ടിച്ച് നമ്മളെല്ലാം പേടിപ്പിച്ചതും അവൻ്റെ പ്ലാനായിരിക്കും എന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, മോൻ പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ട് തന്നെ ഇനി മാർക്കോയെ ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലണമെന്നുണ്ടെങ്കിൽ ആ മാർക്കോ എന്ന് പറയുന്നവനെ തല്ലിക്കൊല്ലണം, അല്ലാതെ നമ്മുടെ ഒരു പ്ലാനും നടക്കില്ല. ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്യടാ പ്രതാപ എന്ന് പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട്, ഇനി മാർക്കോ എന്ന് പറയുന്നതിൻ്റെ ആയുസ് എണ്ണപ്പെട്ട് കഴിഞ്ഞമ്മേ. ഇനി മറ്റൊരാളെയും ഞാൻ വിശ്വസിച്ചേൽപ്പിക്കുന്നില്ല. ആ മേഘനെ ഞാൻ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. അവൻ എവിടുന്നോ ഇനിയില്ലാതെ കൊണ്ടുവന്ന കുറേ ഗുണ്ടകളാണ്. അവന്മാർ നമ്മുടെ പണവും പറ്റിച്ച് നമ്മളെ പറഞ്ഞു പറ്റിക്കുകയും ചെയ്ത് ഇപ്പം വിളിച്ചിട്ടെടുക്കുന്നുമില്ല. ഇനി എനിക്ക് കണ്ണനെ മഹാലക്ഷ്മി ആ മാർക്കോ എന്ന് പറയുന്നതിനെ തീർക്കാൻ വേറെ ആരുടെയും സഹായം വേണ്ട, ഞാൻ തന്നെ കളത്തിലിറങ്ങിക്കോളാം എന്ന് പറയുമ്പോൾ കരുണ ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇത് എത്രാമത്തെ തവണയാണ് ഇങ്ങനെയൊക്കെ വാക്ക് തരുന്നത്? വല്ലതും നടക്കുമോ? ഇത്തവണയെങ്കിലും അച്ഛൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടപ്പാക്കിയെന്നുള്ള സന്തോഷം എനിക്കുണ്ടായിരുന്നു. അല്പായുസേ ഉള്ളെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. മഹാലക്ഷ്മി മരിച്ചു കിടക്കുന്ന കാണാൻ പോയ അച്ഛനും മേഘേട്ടനും അവളുടെ മുഖം ഒന്ന് കാണാമായിരുന്നു. എന്നിട്ട് ഉറപ്പിച്ചാൽ പോരായിരുന്നോ? ചുമ്മാ ഓരോ പ്രതീക്ഷകൾ തന്നിട്ട് ഒടുവിൽ എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കേണ്ട അവസ്ഥയാണല്ലോ ഉണ്ടാക്കി തന്നത് എന്നൊക്കെ പറഞ്ഞ് അവൾ വല്ലാണ്ട് വിഷമിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു, കരുണമോള് പറയുന്നതിലും കാര്യമുണ്ട് പ്രതാപ. ഞങ്ങളെയെല്ലാം ഒരുപാട് പ്രതീക്ഷിപ്പിച്ചു നീയും മേഘനും കൂടി ചേർന്ന്. ഒടുക്കം ഒന്നുമില്ലാതായെന്ന്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിന്റെ ഭാര്യ ആ മോഹിനി ഉണ്ടല്ലോ, അവൾക്ക് എല്ലാ കാര്യവും മുമ്പേ അറിയാമായിരുന്നു. അവളും കൂടി അറിഞ്ഞിട്ടുള്ള നാടകം കളിയായിരുന്നു. അവളുടെ മോളെ കാണാൻ 2 ദിവസം എൻ്റെ മോളെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ക്ഷേത്രവും പൂജയും വിഷമവുമായിട്ട് നടന്നവൾ പിന്നീട് അത്രയും വിഷമിച്ച് ഞാൻ കണ്ടിട്ടില്ല. അന്നേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കരുതി പോലീസും കേസും ഒക്കെ ആയതുകൊണ്ട് അവർ കണ്ടുപിടിക്കുമെന്നുള്ള സമാധാനത്തിൽ ഇരിക്കുവാണെന്ന്. ആ മാർക്കോ എന്ന് പറയുന്നവൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയതിന് ശേഷം നിന്റെ ഭാര്യയുണ്ടല്ലോ ആ മോഹിനി, അവളെ വരച്ച വരയിൽ നിർത്തണം. ആ വീൽ ചെയറിലിരിക്കുന്നവനെ കണ്ടിട്ട് അമ്മയും മോളും ഇച്ചിരി ഇമിണിയല്ല നിഗളിക്കുന്നത്. അവളുടെ അഹങ്കാരത്തിന് തിരിച്ചടി കൊടുത്തേ പറ്റൂടാ പ്രതാപ എന്ന് പറയുമ്പം പ്രതാപനും പറയുന്നു, എനിക്കറിയാം അമ്മ. ആ മാർക്കോ എന്ന് പറയുന്നതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയതിന് ശേഷം മോഹിനി എങ്ങനെ വരച്ച വരയിൽ നിർത്തണമെന്നുള്ള കാര്യം എനിക്കറിയാം. ഇത്രയും നാൾ ഞാൻ കരുതിയത് ഏതെങ്കിലും ഒരാളെ നിർത്തിയിട്ട് ഒന്നിനെ അങ്ങ് തീർക്കാന്നാ. ഇനി അത് നടക്കില്ല. ആ കണ്ണനെയും മഹാലക്ഷ്മിയും രണ്ടിനെയും ഞാൻ പരലോകത്ത് എത്തിച്ചിരിക്കും. ഇത് പ്രതാപനാ പറയുന്നത് എന്നൊക്കെ പറയുമ്പം കരുണയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നു. അതേസമയം ഫുഡ് കഴിക്കാനായിട്ട് വന്ന കരുണയോട് മോഹിനി പറയുന്നുണ്ട്, മോളെ ഇനിയെങ്കിലും നീ മഹാലക്ഷ്മിയെ ഉപദ്രവിക്കരുത്. അവളെ ദ്രോഹിച്ച് എല്ലാവരെയും ആത്മാവായിട്ട് വന്ന് പേടിപ്പിച്ചിരുന്നുവെങ്കിലും മോളുടെ മുമ്പിൽ മാത്രം മഹാലക്ഷ്മി എന്തുകൊണ്ടാണ് വരാഞ്ഞെന്നറിയാമോ? മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടായതുകൊണ്ട് മാത്രമാണ്. ആ ഒരു കരുണ അവൾ കാണിച്ചില്ലേ? മോൾ എന്തൊക്കെ തന്നെ മഹാലക്ഷ്മിയെ ദ്രോഹിച്ചാലും പറഞ്ഞാലും അനിയത്തിയാണെന്നുള്ള സ്നേഹവും വാത്സല്യവും എല്ലാം മഹാലക്ഷ്മിക്കുണ്ട്. മഹാലക്ഷ്മിയെ മോളുടെ അച്ഛനും മുത്തശ്ശിയും ചേർന്ന് ഓരോന്നും പറഞ്ഞ് കുട്ടിക്കാലം മുതലേ വെറുപ്പിച്ച് വെച്ചിരിക്കുവാണ്. മോൾ വിചാരിക്കുന്ന ഒരാളെ അല്ല മഹി. ഇനിയെങ്കിലും നിങ്ങൾ രണ്ടാളും സ്നേഹത്തോടെ ജീവിക്കുന്നത് കാണാനാണ് എനിക്ക് സന്തോഷം എന്ന് പറയുമ്പോൾ കരുണ പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട്, ഞാൻ വിചാരിക്കുന്ന ആളെയല്ല മഹാലക്ഷ്മി എന്നുള്ള കാര്യം എനിക്കറിയാം. അതുപോലെ എൻ്റെ അമ്മയും. എൻ്റെ അമ്മ ആരുടെയും നുണ പറയത്തില്ലെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അമ്പലവും പൂജയായിട്ട് നടക്കുന്നവർ മറ്റാരെയും ദ്രോഹിക്കാനോ കള്ളം പറയാനൊന്നും കൂട്ടു നിൽക്കത്തില്ലെന്ന് ഞാൻ കരുതി. പക്ഷേ മഹാലക്ഷ്മിയുടെ ആത്മാവ് ഞങ്ങളെല്ലാം ശല്യം ചെയ്യുന്നത് കണ്ടിട്ട് എല്ലാ സത്യങ്ങളും അറിഞ്ഞു വെച്ചിട്ടും മറച്ചു വെച്ച് ഞങ്ങളെല്ലാവരും പേടിക്കുന്നതും വിഷമിക്കുന്നതും കണ്ട് സന്തോഷിക്കുമായിരുന്നില്ലേ അമ്മ? അന്നേരം മോഹിനിയമ്മ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എൻ്റെ മോളോട് കാണിച്ച ക്രൂരത വെച്ച് നോക്കുമ്പം ഞാൻ അത്രയെങ്കിലും ഒരമ്മയെന്ന നിലയ്ക്ക് തിരിച്ചു ചെയ്യണ്ടേ? എന്തൊക്കെ പറഞ്ഞാലും അവൾ ഞാൻ പ്രസവിച്ച എൻ്റെ മൂത്ത മകളാണ്, എൻ്റെ സ്വന്തം മകൾ. അത് കേട്ടോണ്ട് മുത്തശ്ശി അങ്ങോട്ട് കലിയോടെ വരുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നീ എന്തിനാ ഇവളോട് സംസാരിക്കാൻ പോകുന്നത്? ഇവക്ക് മഹാലക്ഷ്മി എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിനെ നീ പ്രസവിച്ച വല്യേടി, അവളെക്കുറിച്ച് എന്തെങ്കിലും നിനക്ക് ഒരു വേവലാതി ഉണ്ടോ? ഞാൻ പ്രസവിച്ച എൻ്റെ സ്വന്തം മകളായതുകൊണ്ടാണ് കരുണയെ ഞാനൊന്നും ചെയ്യാതിരിക്കുന്നത്. എൻ്റെ മഹാലക്ഷ്മിയുടെ മരണം കാണാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞിട്ട് പോലും അതിനെ ചോദ്യം ചെയ്യാത്തത് എനിക്കറിയാൻ വയ്യാഞ്ഞിട്ടല്ല. പക്ഷേ ഇവളുടെ വയറ്റിലൊരു കുഞ്ഞ് കിടക്കുന്നു, അതിനെക്കുറിച്ച് ഓർത്തിട്ട് മാത്രമാണ്. ഇത്രയും നാൾ ഞാൻ വെക്കുന്ന ഫുഡ് കഴിക്കാൻ പോലും ഇവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. പതിവില്ലാതെ എൻ്റെ മഹാലക്ഷ്മിയെ കാണാതായതിനു ശേഷം ഞാൻ വെക്കുന്ന ഫുഡേ അവൾ കഴിക്കൂ, എന്നോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, സ്നേഹിക്കുന്നു. അപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അതിൻ്റെ പിന്നിൽ ഇത്രയും വലിയ ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ള കാര്യം അന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനും നിങ്ങളുടെ മുമ്പിൽ നാടകം കളിച്ചേ എന്നൊക്കെ വെട്ടി തുറന്നു പറയുമ്പോൾ അവർക്കൊന്നും മറുപടി പറയാനാകുന്നില്ല.
അതേസമയം മോഹിനിയമ്മയാണെങ്കിൽ മുത്തശ്ശിയെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ മഹാലക്ഷ്മിയും കണ്ണമ്മോനും ഒറ്റയ്ക്കല്ല അവരുടെ പിന്നിൽ. മാർക്കോ എന്ന് പറയുന്ന നല്ലവനായ ഒരു ചെറുപ്പക്കാരനും അനന്തും ലേഖയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. എൻ്റെ കണ്ണമ്മോൻ്റെയോ മഹാലക്ഷ്മിയുടെയോ ദേഹത്തൊരു പോറൽ പറ്റിയാൽ പോലും അവരാരും നിങ്ങളെ വെറുതെ വിടില്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിക്ക് ചെറുതായിട്ട് പേടിയാകുന്നു. അതുപോലെ കരുണയ്ക്കും. അപ്പോൾ കാത്തിരിക്കുക ആ കിടിലൻ എപ്പിസോഡുകൾക്കായിട്ട്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.